ടൂറ് എല്ലാ കുട്ടികളെയും കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിൽ നിന്ന് ടൂർ മന്ത്രി ശിവൻകുട്ടി സാറ് പറഞ്ഞ ഈ ഒരു നിലപാടിനോട് ഞാൻ 100% യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിത് ഈ ഒരു സ്പീച്ച് കണ്ട സമയത്താണ് എൻ്റെ ചെറുപ്പത്തിൽ നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ 5ാം ക്ലാസ്സിന് ടൂർ പോകും. നമ്മളിപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പാപ്പിനശ്ശേരി അല്ലെങ്കിൽ പിന്നെ ആ കണ്ണൂർ അടുത്തുള്ള സിറ്റിയിലെ അടുത്തുള്ള ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ടൂറ് പോവുക. അപ്പോൾ ആ സമയത്ത് എത്രയാ 400 500 ഉറുപ്പ്യറ്റേയുള്ളൂ തോന്നുന്നത് ടൂറിന് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ പൈസയ്ക്ക് ഭയങ്കര വലിയ പൈസയാണ്. കാരണം ഉമ്മാക്കെല്ലാം ഒരു ദിവസം 50 ഉറുപ്പ്യൊക്കെയാണ് എസ്റ്റേറ്റിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ കൂലി കിട്ടുക. അങ്ങനെ ഞാൻ ഉമ്മാനോട് ചെന്നിങ്ങനെ പറഞ്ഞു എല്ലാവരും ടൂർ പോകുന്നുണ്ട് ഉമ്മ എനക്കും പോകണം. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പൈസ അല്ല ഇല്ലായിട്ടാണ്, അല്ലാതെ ഉണ്ടായിട്ട് തരാണ്ടിരിക്കുന്നതല്ല. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ പൈസ അല്ല എൻ്റെ അടുത്തില്ല, ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കട്ടെ ആരെന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്നിട്ട് പോവാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ സാറിനോട് ഇങ്ങനെ പേര് കൊടുക്കുമല്ലോ സ്കൂളിൽ ക്ലാസ്സിൽ കുട്ടികൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞ് സാറേ പൈസ അല്ല. അപ്പോൾ സാറ് പറഞ്ഞു നിൻ്റെ പേര് ഞാൻ എഴുതാം, നീ ഒരു കാര്യം ചെയ്യ്, ആ പോകുന്ന ദിവസം വരെ ആയില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ ടൂറ് പോകുന്ന അന്ന് ഉമ്മ എങ്ങനെയൊക്കെയോ പൈസ ഇവിടെ നിന്ന് ഒപ്പിച്ച് കൊണ്ടു തന്ന് ഞാൻ രാത്രിയാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ രാവിലെ എൻ്റെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഇപ്പുറത്തൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ചെറുപ്പത്തിൽ താമസിച്ചത്. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിലേക്ക് നടന്നു പോകണം. ഒരു സൈക്കിളോ വാഹനമോ ഒന്നുമില്ല. നടന്ന് അത്രയും ദൂരം ആ പൈസയും കൊണ്ട് നടന്ന് ഞാൻ ഓടി എത്തിയപ്പോഴത്തേക്കും സ്കൂൾ ബസ്, ടൂറിനുള്ള ബസ് വിട്ടുപോയി. ഒരു പക്ഷേ അവരൊരു 5-10 മിനിറ്റ് കാത്തു നിന്നിട്ടുണ്ടാവാം, കാണായിട്ടില്ല എന്ന് കരുതിയിട്ട് പോയതായിരിക്കും. പക്ഷെ അന്ന് ഞാൻ ആ പൈസയും പിടിച്ചിട്ട് ആ ഗ്രൗണ്ടിൽ നിന്നൊരു നിൽപ്പുണ്ട് എൻ്റെ അമ്മോ. കാരണം സുഹൃത്തുക്കളൊക്കെ പോയി, എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ തിരിച്ച് നടന്ന് വീടെത്തുന്നവരെ എൻ്റെ മൈൻഡിൽ അതുതന്നെയായിരുന്നു ഇങ്ങനെ ഓടിക്കൊണ്ട് നിന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പോകാനും വരാനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ 10 വയസ്സ് കിട്ടേണ്ട സംഭവം ഉണ്ടല്ലോ, 10 വയസ്സ് കിട്ടണം. 20 വയസ്സ് കിട്ടേണ്ടത് 20 വയസ്സ് കിട്ടണം. 30 വയസ്സ് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ പൈസയായിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നതെല്ലാം ഉണ്ടല്ലോ, അതൊന്നും ആ ഒരു ചെറുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു ഇമ്പം കിട്ടൂല. നമ്മൾ ആ ഒരു മധുരം അത് പിന്നെ കിട്ടുകയില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇതുതന്നെയാണ്. സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ എല്ലാവരെയും കൊണ്ടുപോകണം. ഒരു പക്ഷേ ഇപ്പോഴും ഇതുപോലെ ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ എന്താക്കുക, എല്ലാവരും കൂടിയിട്ട് ഒരു 10 20 കൂട്ടിയെടുത്തിട്ട് ആ കുട്ടീനെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. എന്നാലേ ആ ട്രിപ്പ് ഒരു പൂർണ്ണമാവുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ആ കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ ഈ പോയ കഥകൾ ഇങ്ങനെ കേട്ട് 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 ആ ഒരു മാസം അങ്ങനെ പോകും. അപ്പോൾ ഈ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം അദ്ദേഹം പറയുന്ന നിലപാടുകളൊക്കെ ഭയങ്കര കറക്റ്റാണ്.